ശ്രീ ആന്റോ പാർട്ടി പത്മവ്യൂഹത്തിലാണോ? പാർട്ടി എങ്ങനെ പത്മവ്യൂഹത്തിലാകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഈ എ പത്മകുമാറാണ് പാർട്ടി, അല്ലെങ്കിൽ ഈ പറയുന്ന എൻ വാസുവാണ് പാർട്ടി. പാർട്ടി ആരാ? പത്മവ്യൂഹം എന്ന് പറയുന്നതിൽ അർത്ഥം മനസ്സിലായില്ല. കാരണം പാർട്ടി എന്ന് പറയുന്ന ഒരു ബഹുജന പ്രസ്ഥാനമല്ലേ. കാരണം കേരളത്തിലുള്ള ലക്ഷോപലക്ഷം വരുന്ന പാർട്ടി പ്രവർത്തകരെല്ലാം സ്വർണ്ണക്കള്ള നടത്തിയിട്ടാണ് ജീവിച്ചിട്ടുള്ളത്. അങ്ങനെയല്ലല്ലോ. ഇപ്പം ഞാൻ പറയും, പണ്ട് കാലങ്ങളിൽ വീട്ടിൽ പിന്നെ ഈ പണ്ട് അമ്മമാരൊക്കെ കുറേ അരി എടുത്തിട്ട് ഇങ്ങനെ ഈ അടുപ്പത്തിടുന്നതിന് മുന്നേ ഇട്ട് ഇളക്കും. അപ്പം അതിൻ്റെ അകത്ത് ഈ കറുത്ത അരികളുണ്ടാവും, എടുത്ത് പുറത്ത് കളയും. അത് ഈ ഇളക്കുന്ന എന്തിനാണ്? ഇളക്കുമ്പോഴാണ് ഈ അരി മേലേക്ക് വരിക. കറുത്ത അരി എടുത്ത് പുറത്ത് കളയും. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി എടുത്ത് ചോറ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ചോറിനകത്ത് കറുത്ത ചോറ് കാണും, ഇല്ലേ? അതുപോലെയാണ് ചിലവരങ്ങനെ ഉണ്ടാവുന്നത്. വെളുത്ത അരിയായിരുന്നു കുറച്ചു കാലം. ഇളക്കുമ്പോഴേ പുറത്ത് വരുള്ളൂ. അത് പാർട്ടിക്ക് വിളിച്ചപ്പോൾ വെളുത്തരി ആയിരിക്കാം, ചിലപ്പോൾ ഇളക്കുന്ന സമയത്ത് പുറത്ത് വരും, അപ്പോൾ എടുത്ത് പുറത്ത് കളയും. അല്ലെങ്കിൽ ഇപ്പോൾ അയ്യോ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ മുഴുവൻ വെളുത്തരികൾ മാത്രമേ ഉള്ളല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ രാഹുൽ മാങ്കൂട്ടങ്ങളും മറ്റങ്ങളൊന്നും. അതാണ് ഞാൻ പറയുന്നത്. ഇത് ലക്ഷോപലക്ഷം വരുന്ന ജനപ്രതിനിധികൾ വരുന്ന ലക്ഷോപലക്ഷം വരുന്ന പാർട്ടി പ്രവർത്തകർ വരുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകൻ അയ്യപ്പൻ്റെ സ്വർണ്ണം കാക്കാൻ പോകുന്നു വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുമല്ലല്ലോ ഒന്നേ. അതുകൊണ്ട് പാർട്ടി പത്മവ്യൂഹത്തിലാണോ എന്ന് അത് ഗോവിന്ദ മാഷ് ക്ലാരിറ്റിയോട് പറഞ്ഞതല്ലേ. ആരെയും സംരക്ഷിക്കാൻ നിൽക്കുന്നില്ല. ആരെയും സംരക്ഷിക്കാൻ നിൽക്കില്ല. പിന്നെന്താണ്? കുറ്റം ചെയ്തു എന്ന് പറഞ്ഞാൽ അനുഭവിച്ചോളുക, കുറ്റം ചെയ്യുന്നവൻ അനുഭവിച്ചോളുക എന്നുള്ളതിനേക്കാൾ അപ്പുറം എന്താ ചെയ്യാൻ പറ്റുക? അറസ്റ്റിലായാൽ കുറ്റാരോപിതൻ മാത്രമാണ് എന്ന് കൂടി അങ്ങനെയാണല്ലോ. അങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന ഈ കുറ്റം ആരോപിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇപ്പം എങ്ങനെയാണ് കുറ്റം? ഇപ്പം ഒരാൾക്ക് ഒരു പരാതി കൊണ്ട് കൊടുത്താൽ എഫ്ഐആർ ഇട്ട് അറസ്റ്റ് ചെയ്യും. നോൺ ബെയിൽ ഓഫൻസിലാണ് എഫ്ഐആർ. നീ അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ, കോടതി കൊണ്ട് ഹാജരാക്കുക. നിങ്ങൾക്ക് അന്വേഷണം നടത്തി തെളിവ് നടത്തി മൊഴിയെടുത്ത് മൊഴിയെടുത്തൊക്കെ കൊണ്ട് കൊടുക്കട്ടെ. അപ്പോഴേ ഇപ്പം എന്താണ് പ്രശ്നം? ഇപ്പം അയ്യപ്പൻ്റെ സ്വർണ്ണം കെട്ടു, അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാം. അതിനകത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ആളാണ് അതിൻ്റെ ഇടനില നടത്തും. ഇത് കൊണ്ടുപോയതും ഈ കൊണ്ടത് വിറ്റതും ഈ വിറ്റ സ്വർണ്ണം പിടിക്കുകയൊക്കെ ചെയ്തല്ലോ. അപ്പം ഇതിൻ്റെ അകത്ത് പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, ഒരു ഉദ്യോഗസ്ഥനെ ആദ്യം പിടിക്കുമ്പോൾ ചോദിക്കും ആരാ? അത് കമ്മീഷണർ പറഞ്ഞിട്ടാണ്. കമ്മീഷണറോട് ചോദിക്കും ആരാ പറഞ്ഞത്? അത് പിന്നെ ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞിട്ടാണ്. ദേവസ്വം പ്രസിഡന്റ് പിടിക്കുമ്പോൾ അതാരാ? മന്ത്രി പറഞ്ഞിട്ടാണ്. ഇതൊരു പ്രോസസ്സാണ്. ഇതിപ്പോൾ എല്ലാവരും അവരവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള മാർഗം പറയും. ഇതൊക്കെ സത്യമായിക്കൊള്ളുന്നുണ്ടോ? ഇപ്പം ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പം മന്ത്രി നേരിട്ട് വിളിച്ചിട്ട് ഇതാ പിന്നെ അയ്യപ്പൻ്റെ അടുത്ത് അവിടെ ഒരു പിന്നെ സ്വർണ്ണപ്പാതിലുണ്ട്, അത് നിങ്ങൾ ഇറക്കിക്കൊണ്ടുവരും, അതിന് 1/2 കിലോ സ്വർണ്ണം എടുത്തിട്ട് അത് വിറ്റിട്ട് പൈസ എനിക്ക് തരുമെന്നും പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ദേവസ്വം പ്രസിഡന്റ് ഏത് പറഞ്ഞാൽ എ പത്മകുമാറിൻ്റെ കാര്യത്തിൽ കൂടെ പറയുന്നത്. അദ്ദേഹവും അങ്ങനെ ചെയ്തു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പിതാവൊക്കെ അവിടുത്തെ ഏതാണ് മേൽശാന്തിയായിരുന്ന ആളാണ്. അല്ല, അവരെ ഫാമിലിയിൽപ്പെട്ട ആൾക്കാർ. അവിടുന്ന് 1/2 കിലോ സ്വർണ്ണം എടുത്താൽ 250 ഗ്രാം സ്വർണ്ണം എടുത്തിട്ട് അതെടുത്ത് വിറ്റിട്ട് ആ പൈസ പത്മകുമാർ എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി അങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ അദ്ദേഹം അനുഭവിച്ചോളൂ എന്നുള്ളതാണ്. അതിന് പാർട്ടി പത്മവ്യൂഹത്തിലാണോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ലാന്ന് ഞാൻ പറഞ്ഞത്. പാർട്ടി പത്മവ്യൂഹത്തിലാകണമെങ്കിൽ എന്താണ്? വലിയ രീതിയിൽ പാർട്ടി പ്രവർത്തകരെല്ലാവരും കൂടെ ഗൂഢാലോചന നടത്തി എന്തെങ്കിലും ചെയ്യുകയാണെന്ന് പറയാം. ഇത് ഒന്നോ രണ്ടോ ആൾക്കാർ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അനുഭവിക്കുക എന്നുള്ളതിനൊക്കെ അപ്പുറമൊന്നുമില്ല എന്നുള്ളതാണ്. പിന്നെ ഈ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയെ സംബന്ധിച്ച് സ്വർണ്ണക്കൊള്ള നടത്തി എന്ന് പറയുന്നത് ആരാണ്? അത് പറയുന്നത് സ്വർണ്ണക്കൊള്ള നടത്തി അതിന് ഹൈക്കോടതി നേതൃത്വത്തിൽ ഒരു SIT അയച്ചു. SIT ക്ലാരിറ്റിയോടുകൂടി അന്വേഷിക്കുന്നുണ്ട്. അതിന് അന്വേഷണം തടയുന്ന രീതിയിൽ ആരെങ്കിലും അതിൽ പ്രവർത്തിക്കുന്നുണ്ടോ? ഒരാളും പ്രവർത്തിക്കുന്നില്ലോ. സർക്കാർ എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയുന്നുണ്ടോ? ഒന്നും പറയുന്നില്ല. അന്വേഷണ സംവിധാനങ്ങൾ അവിടെയുണ്ട്, അന്വേഷണം നടത്തുന്നതിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ അവിടെ അയ്യപ്പൻ്റെ ഒരു തരി സ്വർണ്ണം നഷ്ടപ്പെട്ടിട്ട് ആ സ്വർണ്ണം നഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. അതാണ് കേരളത്തിലെ പൊതുവായ ജനങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നത്. അതിനേക്കാൾ അപ്പുറത്തേക്ക് കടന്നിട്ട് ഇതെന്തോ എന്താണ് ഇപ്പം എന്തത്ര ശുഷ്കാന്തി എന്ന് പറയും. ഈ ശുഷ്കാന്തി മുഴുവൻ എന്ന് പറയുന്നത് ഇലക്ഷൻ നടക്കുകയാണേ, പഞ്ചായത്ത് ഇലക്ഷൻ. എന്തെങ്കിലും ഈ ശുഷ്കാന്തി നമ്മൾ 2019 കണ്ടേ, ഘോഷയാത്ര, എന്തൊക്കെ ബഹളായിരുന്നു. വന്നപ്പോഴാണ് കണ്ടത് 8 നിലയെ പൊട്ടി വീട്ടിൽ പോയിരുന്നു. ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച ആൾക്കാരൊക്കെ വീട്ടിലിരുന്നു. രാഷ്ട്രീയ ആരോപണത്തെ കുറിച്ചല്ലോ സംസാരിക്കുന്നത്. ശുഷ്കാന്തി കണ്ടോണ്ട് ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ ശബരിമലയെ സംബന്ധിച്ച് ആർക്കാ അഭിപ്രായ വ്യത്യാസമുള്ളത്? ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സ്വർണം തിരിച്ചു പിടിക്കണമെന്ന് ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ടോ? പിന്നെ ഏതെങ്കിലും ഒരു പാർട്ടി നേതാവ് വന്നിട്ട് മുന്നിൽ നിന്ന് പറയുന്നുണ്ടോ അയ്യോ എ പത്മകുമാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അത് പാവ മനുഷ്യരാണ്, അദ്ദേഹം സ്വർണ്ണം കട്ടിട്ടില്ല, അല്ലെങ്കിൽ എൻ വാസു സ്വർണ്ണം കട്ടിട്ടില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് എന്താണ്? പറഞ്ഞതെന്ന് പറയുന്നത് കോടതിയുടെ നേതൃത്വത്തിൽ ഒരു SIT ഫോം ചെയ്ത് SI അന്വേഷിക്കുന്നുണ്ട്. സത്യസന്ധമായ രീതിയിലാണ് അന്വേഷണം പോകുന്നത്. അന്വേഷണം മുന്നോട്ട് പോട്ടെ, കുറ്റക്കാരനായി തെളിയിക്കട്ടെ എന്നല്ല പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും പാർട്ടി പ്രവർത്തകരോ സർക്കാരോ എന്ന് പറയുന്നുണ്ടോ ഇങ്ങനെയാണ് ഈ നടപടി ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ലല്ലോ. ആരെങ്കിലും ഒരാൾ ഒരു തെറ്റ് ചെയ്ത് അപ്പം ഞാൻ ചോദിക്കുന്നത് ഒരു MLA ക്കെതിരെ ആരോപണം വന്നു കഴിഞ്ഞപ്പോൾ അത് പൊളിറ്റിക്കൽ അല്ലായിരുന്നോ?
പൊളിറ്റിക്കലായിരുന്നു. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണെന്നേ. തെറ്റ് ചെയ്യുന്നവരെ നേരെ ആരോപണം വരികയും അത് ആരോപണം അദ്ദേഹത്തെ നിവർത്തിക്കാൻ പറ്റാത്ത കാലത്തോളം അദ്ദേഹം തെറ്റുകാരനായിട്ട് കണക്കാക്കപ്പെടുള്ളൂ. അപ്പോൾ എന്താണ് എൻ വാസു പത്മകുമാറിനെതിരെ മൊഴി കൊടുത്തു കഴിഞ്ഞാൽ ഭരണകൂടം അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. 8ാം പ്രതിയായി വരും. ഇനി അടുത്തയാളോ ഇനി ഇവരുടെ ആരെങ്കിലും മൊഴിയുണ്ടോ? 9ാം പ്രതിയായിട്ട് അദ്ദേഹം വരും. കാരണം അതെല്ലാം മാർഗമില്ല. ഇനി ജിമ്മി സാർ പറഞ്ഞ പോലെ 2018ലേക്കും 2017ലേക്കും 2006ലേക്കൊക്കെ പോയ കുറേ പ്രതികൾ വേറെയും വരും. ഈ പാത്രം വിറ്റവരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വേറെയുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകണം അന്വേഷണം. ശബരിമല സംവിധാനത്തിൻ്റെ ഭാഗമായി ഒരു സർക്കാർ സംവിധാനത്തിൽ ചെയ്യേണ്ട പറ്റുന്നത് എന്താ? വൃത്തിയായ രീതിയിൽ അവിടെ ദർശനം നടത്താൻ സംവിധാനം ഉണ്ടാക്കുക. അതിനേക്കാൾ അപ്പുറം അവിടെ ദേവസ്വം ബോർഡുണ്ട്, ആ ദേവസ്വം കമ്മീഷനുണ്ട്, ഹൈക്കോടതി നേരത്തെ ഒരു ബെഞ്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെ ഇതിനകത്ത് തെറ്റിയെന്നവരൊക്കെ കൊടുക്കണ്ടെന്ന് ആരാ പറയുന്നത്? ഞാൻ വിചാരിക്കുന്നില്ല ഇത് പാർട്ടിക്ക് ഒരു വലിയ രീതിയിൽ പ്രശ്നമുണ്ട്. പാർട്ടി അവരെ സംരക്ഷിക്കാൻ ഇറങ്ങി തിരിച്ചാൽ അതൊരു എന്താണ് പത്മവ്യൂഹത്തിൽ പെട്ടുപോകും. അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് പേടിക്കാനാണ്? ഒന്നും സംഭവിക്കില്ല എന്നുള്ള എൻ്റെ അഭിപ്രായം.